അപ്പോൾ വളരെ ദുർഘടം പിടിച്ചൊരു റോട്ടിൽ കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ഞുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാലാവസ്ഥയാണ്. നമ്മളിപ്പോൾ കച്ചാ റോട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടാറിംഗ് ഒന്നും ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു റോട്ടിൽ കൂടെയാണ് ഈ പ്രദേശത്ത്. പക്ഷേ സുന്ദരമായിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പം നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ചില്ലി എന്ന രാജ്യത്ത് സാന്റിയാഗോയ്ക്ക് അടുത്ത് യെസോ എന്ന ഡാമാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്കോട്ട്ലാൻഡ് പോലെ സുന്ദരമായിട്ട് മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ നമ്മൾ ഇനി കുറച്ച് ദൂരം നടന്നിട്ട് നമുക്ക് ഡാമിൻ്റെയും ലേക്കിൻ്റെയും ഭാഗങ്ങൾ കാണാൻ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ നിന്നും, നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ നിന്നും ഇത്ര ദൂരെ വന്നിട്ട് പോലും നമ്മൾ കണ്ടൊരു ദൃശ്യം എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയുടെ സ്കോർപിയോ ഉണ്ട്, മഹീന്ദ്ര XUV 700 ഉണ്ട്. അങ്ങനെ ഒട്ടനവധി വാഹനങ്ങൾ നമുക്കതിൽ വാഹനങ്ങളെ പറ്റി അറിയാവുന്നവർക്കറിയാം. ഇത് മഹീന്ദ്രയുടെ XUV ആണ്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ വാഹനങ്ങൾ ഈ ഒരു ഇത്രയും സാഹസികമായ റോട്ടിൽ നിന്ന് കടക്കുന്നത് ഈ ഓടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമാണ്. കാരണം ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾ ലോക വിപണിയിൽ നമുക്കറിയാവുന്നതുപോലെ. അപ്പം ഞങ്ങൾ ഇനി ഒരു ചെറിയൊരു എക്സ്പെഡീഷൻ ട്രിപ്പാണ്. നടന്ന് ഈ ലേക്കെല്ലാം കാണുന്നതിന് വേണ്ടി പോകുകയാണ് ഞങ്ങൾ. വണ്ടി ഇവിടെ പാർക്കിംഗ് തന്നു. കച്ചാ റോഡാണ്, ടാറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഗ്രാമങ്ങൾ പോലെ തന്നെയാണ് ഈ പ്രദേശവും. ഇനി മുന്നോട്ട് പോയിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ ഈ മഹീന്ദ്ര നമുക്കൊന്ന് കണ്ടു നോക്കാം. XUV, നമ്മുടെ മഹീന്ദ്ര XUV, ഇന്ത്യൻ നിർമ്മിത മഹീന്ദ്ര XUV 500 ആണ് ചില്ലി എന്ന് പറഞ്ഞ രാജ്യത്ത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ വാഹനങ്ങളെല്ലാം എവിടത്തേക്കെല്ലാം എത്തിപ്പെട്ടിരിക്കുന്നു. അങ്ങ് ദൂരെ സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ വന്ന് നിൽക്കുകയാണ്. ഇനി വിശേഷങ്ങൾ കൂടുതലായിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ചെറുപ്പളശ്ശേരിയിൽ നിന്നും വന്ന മുജീബിൻ്റെ മകൻ തമീമുമാണ് ചില്ലിയിൽ വന്നിരിക്കുന്നത്. ഈ ഇത്രയും ദുർഘടമായ റൂട്ടിലൂടെ വാഹനം ഓടിച്ച് ഒരു എക്സ്പെഡീഷൻ ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ. അപ്പം നമ്മൾ ആ ഡാമിനടുത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശുദ്ധമായ വെള്ളം ഇവിടെ നമുക്ക് കാണാവുന്ന പോലെ ശുദ്ധമായ വെള്ളമാണ് ഈ ഡാമിലും പരിസരത്തുള്ളത്. എനിക്ക് ഈ പിറകിലായിട്ട് കാണുന്നതാണ് യെസോ ഡാം. ചില്ലിയിലാണ് ഇത്. ചില്ലി എന്ന് പറയുന്നത് ഒരു സൗത്ത് അമേരിക്കൻ രാജ്യമാണ്. അപ്പോൾ ഇതാണ് ഈ അവിടെ നമുക്ക് കാണുന്ന മഞ്ഞുമലകൾ. ഏകദേശം വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇതാണ് യെസോ ഡാം. കുറേ വാഹനത്തിൽ ഏകദേശം 3 മണിക്കൂറോളം ചില്ലി എന്ന ആ ഒരു സാന്റിയാഗോ എന്ന സിറ്റിയിൽ നിന്നും യാത്ര ചെയ്ത് ദുർഘടം പിടിച്ച റോട്ടിൽ കൂടി നമ്മൾ വണ്ടി ഓടിച്ച് അവസാനം യെസോ ഡാം
എൽ എസോ ഡാമിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പിറകിലായിട്ട് മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന ആ ഒരു മലനിരകളും ആ ഡാമും ചെറിയൊരു ഡാമാണ്. പക്ഷേ ഇവിടെ തിക്കും തിരക്കില്ല, ദൃശ്യമനോഹരമാണ്. ഇവിടെ അധികം യാത്രക്കാർ വന്നിട്ടില്ല. നമുക്കറിയാം ചില്ലി എന്ന രാജ്യം സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഷേപ്പ് കാണണമെങ്കിൽ ഇങ്ങനെ ഒരു നേരിയ വര പോലെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ കിടക്കുന്ന ഒരു രാജ്യമാണ്. നല്ല മനുഷ്യർ, പെരുമാറാനൊക്കെ വളരെ നല്ല സ്നേഹസമ്പന്നമായ മനുഷ്യരാണ് ഇവിടെ കണ്ടുമുട്ടിയത്. അപ്പോൾ ഇതാണ് ഈ പ്രദേശത്തു നിന്നുള്ള നമ്മുടെ വിശേഷങ്ങൾ. ഇനിയും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങളെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടനവധി ദൃശ്യമനോഹരമായിട്ടുള്ള ഈ ഒരു പ്രദേശം നിങ്ങൾ കണ്ടു നോക്കും. നിങ്ങളും ഇവിടെ വരണം. ചില്ലിയിൽ ഒരു പക്ഷെ അധികം മലയാളീസ് യൂട്യൂബേഴ്സ് വന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ പ്രദേശം അത്ര സുന്ദരമായിട്ടുള്ളൊരു പ്രദേശമാണത്. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണണം. സൗത്ത് അമേരിക്കയിലാണ്, സാന്റിയാഗോ ആണ് മെയിൻ സിറ്റി. ഇതിന് പിറകിലായിട്ട് അർജൻറ്റീന അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്, പറ്റഗോണിയ, അന്റാർട്ടിക്ക. നമ്മൾ ഈ തെക്കേ ഭൂപടത്തിൽ ഇങ്ങനെയുള്ളൊരിത് കാണുന്നത് ഒരു വിസ്മയം തന്നെയാണ്. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ Joy to the world, the Lord is come. Let earth receive her King. Let every heart prepare him room. And heaven and nature sing, and heaven and nature sing, and heaven and nature sing. Joy to the world, the Lord is come. Let earth receive her King. Let every heart prepare him room. And heaven and nature sing. അങ്ങനെ കഹോൺ ഡെൽ മൈപ്പോ എന്ന മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശം കണ്ടു കഴിഞ്ഞ് തിരിച്ച് സാന്റിയാഗോ സിറ്റിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ.